കുറച്ച് ദിവസങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു അഡ്രിയാൻ ലൂണ ക്ലബ്ബ് വിടുമോ ഇങ്ങനെയുള്ള ഒരു സംശയങ്ങളൊക്കെ ഇടയ്ക്ക് ഒന്ന് വന്നിരുന്നു. ചില വാർത്തകളൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒന്ന് സംസാരിക്കുകയും ചെയ്തതാണ്. ഇപ്പം മാർക്കസിൻ്റെ ഒരു ട്വീറ്റ് വന്നിരുന്നു. അതായത് നമുക്കറിയാമല്ലോ അഡ്രിയാൻ ലൂണയുടെ ഒരു കോൺട്രാക്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അതായത് ഒരു ഓപ്ഷണൽ +1 എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അതായത് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു +1 എന്ന് പറയുന്ന ആ ഒരു കോൺട്രാക്റ്റ് ട്രിഗർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മാർക്കസ് ഒരു ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ട്വീറ്റ് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. അതായത് അദ്ദേഹം കാണും എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ അഡ്രിയാൻ ലൂണ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഞാൻ പറയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോട്ട് തന്നെയാണ് അഡ്രിയാൻ ലൂണ എന്ന് പറയുന്നൊരു താരം, നോ ഡൗട്ട്. പക്ഷേ എനിക്ക് ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ കൂടി മാനേജ്മെൻറ്റ് ഇദ്ദേഹത്തെ ഇത് ട്രിഗർ ചെയ്തിട്ട് സെല്ല് ചെയ്ത് കളയുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ട്. ഞാൻ ഒരു കുറ്റമായിട്ട് പറയുകയല്ല, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പേടിയാണ്. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിയത്തില്ല. അതായത് ബർത്തലോമിയോ ഒബ്ഗച്ചെ എന്ന് പറയുന്ന താരം നമുക്ക് 2019 വരുന്നത് എൽക്കോഡ സീസണിൽ. അന്ന് ഈ പറഞ്ഞൊരു 1+1 ആ ഒരു ഡീലിലാണ് കൊണ്ടുവരുന്നത്. അതായത് അന്ന് ഈ പറഞ്ഞ പ്ലേ ഓഫ് ഒന്നുമല്ല, ഐ തിങ്ക് 10+ ഗോളോ മറ്റോ അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ചെയ്യാന്നുള്ള പരിപാടിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ചെയ്തിട്ടുമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യം ഈ കിബുവിൻ്റെയൊക്കെ ഒരു സൂം മീറ്റിങ്ങിലൊക്കെ ഒബ്ഗച്ചെ കണ്ട ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും. അന്ന് ഫോളോ ഒക്കെ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാകും. പക്ഷെ പിന്നീട് ഒബ്ഗച്ചെ ഒരു ലോൺ മൂവിൽ മുംബൈ സിറ്റി FC പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ലോൺ ഡീലിലാണ് മുംബൈ സിറ്റി FC അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒബ്ഗച്ചെ പോയി കളിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഈ ഒരു സെനാരിയോ മുമ്പ് നടന്നിട്ടുള്ളത് കൊണ്ട് അന്ന് നമ്മൾ കരോളിസ് തന്നെയായിരുന്നു സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ലൂണയുടെ കാര്യത്തിൽ ഇത് ഇനി സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. ഇപ്പം ഇത് ട്രിഗർ ചെയ്തിട്ട് വേണമെങ്കിൽ ഏതൊരു കോച്ചിനും ആവശ്യമുള്ളൊരു പ്ലെയർ ആയിരിക്കുമല്ലോ അഡ്രിയാൻ ലൂണ. ഇപ്പം ബ്ലാസ്റ്റേഴ്സ് അല്ലാണ്ട് ബാക്കി ഏത് ടീമിൻ്റെ മാനേജേഴ്സ് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവർക്കും ഫിറ്റാകുന്ന പ്ലെയറുമാണ്. ആ ഒരു ലെവൽ ഓഫ് പ്ലെയർ ആണല്ലോ ലൂണ. പിന്നെ വേണമെങ്കിൽ പറയാം, ഇപ്പോൾ പുതിയ കോച്ചിൻ്റെ കാര്യമൊന്നും നമുക്ക് ഇതുവരെ കൺഫർമേഷൻസ് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് കോച്ചിന് ഇത് ആകുന്നൊരു പ്ലെയർ ആയിരിക്കുമോ ലൂണ എന്നുള്ള ചോദ്യചിഹ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം ലൂണ ഏതൊരു സിസ്റ്റത്തിലും ഫിറ്റാകുന്നൊരു പ്ലെയറാണ്. ഇപ്പം നമ്മൾ പ്രിഡോമിനൻ്റ്ലി ഒരു 4-4-2 ഒക്കെ ആണല്ലോ ഇവാൻ്റെ ഇതിൽ കളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഒരു വ്യത്യസ്ത റോൾസിൽ കളിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങർ റോളിലും ഈവൻ സെൻട്രൽ മിഡ് വരെ കളിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം മുമ്പ് കളിച്ചിരുന്ന മെൽബൺ സിറ്റി ആ ഒരു ക്ലബ്ബിൽ അദ്ദേഹം 4-3-3 ഒരു റൈറ്റ് സെൻട്രൽ മിഡ്ഫീൽഡറായിട്ടാണ് കളിച്ചിട്ടുള്ളത്. നമുക്കറിയാം അദ്ദേഹം ബേസിക്കലി ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം ലെഫ്റ്റ് മിഡ് റോളിലും സെക്കൻഡ് സ്ട്രൈക്കർ റോളിലും ഒക്കെ കളിച്ചിട്ടുണ്ട്. അപ്പം ഏത് ടൈപ്പ് ഓഫ് കോച്ചിനാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പറ്റുന്നൊരു പ്ലെയറാണ്. പിന്നെ അതും ആ ഒരു അഡാപ്റ്റബിലിറ്റി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഗെയിമിലുള്ള പാഷനും കമ്മിറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അപ്പം ഏത് കോച്ചും ആഗ്രഹിക്കുന്ന, അപ്പം ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു ലൂണ എന്ന് പറയുന്നൊരു പ്ലെയർ ഉണ്ടെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതിനോടൊപ്പം നോവം കൂടി ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അടിപൊളി തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പം നമുക്കറിയാം ചില പ്ലെയേഴ്സിന് ചില സിസ്റ്റത്തിലൊക്കെ പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ കളിച്ചിട്ടുള്ള ഞാൻ പറയുകയാണെങ്കിൽ ഹൂപ്പർ, ഇപ്പം ഈ സീസണിലുള്ള പെപ്ര, അൽവാറോ, ഇവരൊക്കെ ഒരു സിംഗിൾ സ്ട്രൈക്കർ സിസ്റ്റത്തിൽ വരുമ്പോൾ എങ്ങനെയാവും എന്നുള്ള എനിക്ക് ഡൗട്ടുണ്ട്. അൽവാറോടെ നമ്മൾ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ഒരു സിംഗിൾ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന സമയത്ത് അത്ര ഒരു ഇത് വന്നിട്ടില്ല. ഹൂപ്പർ പറഞ്ഞ പോലെ ജോതമ്പറെ വന്നപ്പോഴാണ് ആ ഒരു സംഭവം സെറ്റായി വന്നത്. പെപ്രയുടെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കറാണ്. അദ്ദേഹം ബേസിക്കലി ആ പറഞ്ഞ പോലെ സ്പേസ് ഉണ്ടാക്കി കൂടെ കളിക്കുന്ന സ്ട്രൈക്കറിന് അതുണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു രീതിയൊക്കെയാണുള്ളത്. എന്നാൽ പറഞ്ഞ പോലെ ഏത് ഡബിൾ സിസ്റ്റത്തിലോ സ്ട്രൈക്കർ സിസ്റ്റത്തിലോ അല്ലാതെ ഏത് ഇതിലും കളിക്കുന്ന പ്ലെയേഴ്സൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ഒരു ISL കണ്ട ഇതിൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ISL പ്ലെയേഴ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയാസ് ഒരു പരിധി വരെ പറയാം. അതുപോലെ ഒബ്ഗച്ചയുടെ കാര്യം നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് ഇപ്പം ലൂണയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഈ ഒരു എക്സ്റ്റൻഷൻ വാർത്ത എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി ഉറപ്പായിട്ടും വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പം കോച്ച് വരുന്നതിന് മുമ്പ് തന്നെ ആണെങ്കിലും ലൂണ എന്ന് പറയുന്നൊരു പ്ലെയർ ഏത് കോച്ചിനാണെങ്കിലും ISL നോക്കുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. പിന്നെ ദിമിയുടെ കാര്യമൊക്കെ ആണെങ്കിൽ ഓക്കെ, കോച്ച് പറഞ്ഞ തീരുമാനിക്കും. കാരണം ദിമി ഒരു പരിധി വരെയൊക്കെ ഈ പറഞ്ഞ പോലെ ഇതിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. അത് വേണമെങ്കിൽ ഇനി ഒരു പുതിയ കോച്ചിൻ്റെ ഒരു കാര്യത്തിലേക്ക് വിട്ടുകൊടുക്കും. പക്ഷേ ലൂണയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം കൂടിയുള്ള നിലയ്ക്ക് നമുക്ക് ട്രിഗർ ചെയ്യാനുള്ള സാഹചര്യം കൂടിയുള്ള നിലയ്ക്ക് നമുക്കത് ചെയ്ത് ഇനി സെല്ല് ചെയ്യാണ്ടൊന്നും ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ആരാധകരും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് എനിക്കറിയാം. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസിൽ എഴുതുക. മറ്റൊരു വീഡിയോ കാണാൻ സനി.